കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല, അവൾ എന്താ കൃഷ്ണനോടുള്ള അതാ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ദൈവമാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ പോയിന്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ല? ഞാൻ ഉദ്ദേശിക്കുന്ന നടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇനി അപ്കമിങ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചറുള്ള നടി എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഞാനത് സ്വീകരിക്കുന്നു. സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനെയാണ് ആൾക്കാർ കളിയാക്കുന്നത്. താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്ന താങ്കൾ നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളച്ചി അതാണോ? തള്ളച്ചിയല്ല, എന്തോ ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാർ പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കുന്നുണ്ട് താങ്കളെ. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത ഇന്റർവ്യൂല് താങ്കൾ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ, കുറെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് താങ്കളെ വിറ്റ് ജീവിക്കുന്നുണ്ട്, അത് ഉള്ളത് തന്നെ. അപ്പൊ അങ്ങനെ വളരെ തന്മയത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുധിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ. എന്റെ ലൈവായിരുന്നു അത്. എന്റെ ലൈവ് എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത്. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഇനിയും കൊടുക്കും.